ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ +1 എക്കണോമിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ച ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം. എന്താണ് സ്വകാര്യവൽക്കരണം? ഗവൺമെന്റ് ഉടമസ്ഥതയുള്ള സ്ഥാപനങ്ങളെ സ്വകാര്യ കമ്പനികൾക്ക് വിറ്റഴിക്കുന്നതിനാണ് അല്ലെങ്കിൽ കൈമാറുന്നതിനാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നതിനാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഡീനാഷണലൈസേഷൻ എന്ന പേരിലും പറയാം. ഇതിനെ ഡീനാഷണലൈസേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ പ്രൈവറ്റൈസേഷൻ മീൻസ് giving away the ownership of government enterprises to private companies. It may be also described as denationalization. അല്ലേ? അപ്പോൾ പ്രൈവറ്റൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അഥവാ നിക്ഷേപം പിൻവലിക്കൽ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അഥവാ നിക്ഷേപം പിൻവലിക്കൽ. എന്താ നിക്ഷേപം പിൻവലിക്കൽ അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് ഷെയർസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ദാറ്റ് ഇസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ ഷെയർ വിറ്റഴിക്കുന്നതിനാണ് നിക്ഷേപം പിൻവലിക്കുക എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? വാട്ട് ആർ ദ എയിംസ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭാരം ഗണ്യമായിട്ട് കുറക്കുന്നു. റിഡ്യൂസിങ് ഫിനാൻഷ്യൽ ബേർഡൻ ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റ് സാമ്പത്തിക ഭാരം എങ്ങനെയാണ് കുറക്കുന്നത്? പ്രധാനമായിട്ടും നഷ്ടത്തിലായ കമ്പനികളുടെ ഷെയറും മറ്റും വിറ്റഴിക്കുന്നതിലൂടെ ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭാരവും ബാധ്യതയും കുറയുകയാണ്. രണ്ടാമത്തെ കാര്യം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇംപ്രൂവിങ് ദ എഫിഷ്യൻസി ഓഫ് PSUs. എന്താ PSUs എന്ന് പറഞ്ഞാൽ? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് അഥവാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. മൂന്നാമത്തെ കാര്യം, ഇംപ്രൂവിംഗ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് PSUs ത്രൂ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സാമ്പത്തികമായിട്ടുള്ള പ്രകടനം മെച്ചപ്പെടുത്തുന്നു. അത് പ്രധാനമായിട്ടും നേടിയെടുക്കുന്നത് സാമ്പത്തികമായ അച്ചടക്കത്തിലൂടെയാണ്. സ്വകാര്യ നിക്ഷേപം ഇതിലേക്ക് വരുന്നതോടുകൂടി സാമ്പത്തികമായിട്ടൊരു ഡിസിപ്ലിൻ വരുന്നു. അതിലൂടെ എല്ലാ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സാമ്പത്തികമായിട്ടുള്ള പെർഫോമൻസ് അത് ഒന്നുകൂടി മെച്ചപ്പെടുന്നു. മറ്റൊന്ന്, എൻഹാൻസിംഗ് ദ എബിലിറ്റി ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ് ടു റൈസ് ഫണ്ട്സ് ഫ്രം മാർക്കറ്റ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കമ്പനികളുടെ ഫണ്ട് റൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് പൊതുമാർക്കറ്റിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കാനുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശേഷി വർദ്ധിക്കുന്നു. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് റൈസിംഗ് ദ റവന്യൂ ഫോർ ഗവൺമെന്റ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റിലൂടെ ഗവൺമെന്റിലേക്ക് ധാരാളം വരുമാനം ലഭിക്കുന്നു, അഥവാ ഗവൺമെന്റിലേക്കുള്ള വരുമാനം ഉയർത്തുന്നു. ഒന്നുകൂടി പറയാം, ഗവൺമെന്റിന് ലഭിക്കുന്ന വരുമാനം ഉയർത്തുന്നു. എങ്ങനെയാണ് ഉയർത്തുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഷെയർ വിറ്റഴിക്കുമ്പോൾ ഗവൺമെന്റിലേക്ക് ഇൻകം വരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിക്കുന്നു. നല്ല രീതിയിൽ ലാഭമുണ്ടാക്കുന്ന പൊതുമേഖലാ കമ്പനികൾക്ക് സ്വതന്ത്രമായിട്ട് മാനേജ് ചെയ്യാനുള്ള അധികാരം നൽകുന്നതോടൊപ്പം ഈ കമ്പനികൾക്കൊക്കെ ചില സ്പെഷ്യൽ സ്റ്റാറ്റസ് കൂടി നൽകുകയുണ്ടായി, ചില പ്രത്യേക പദവി കൂടി നൽകുകയുണ്ടായി. ഇത്തരം കമ്പനികൾക്ക് നൽകിയ പ്രത്യേക പദവികളാണ് മഹാരത്ന, നവരത്ന, മിനിരത്ന. മഹാരത്ന, നവരത്ന, മിനിരത്ന മൂന്ന് സ്റ്റാറ്റസ് ആണ്. അതിൽ ഒന്നാമത്തെ സ്റ്റാറ്റസ് നൽകിയ കമ്പനികൾ, പ്രധാനപ്പെട്ട 2 കമ്പനികളാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അതുപോലെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഈ 2 കമ്പനികളാണ് 2 ഉദാഹരണമായിട്ട് എടുക്കാവുന്ന മഹാരത്ന കമ്പനികൾക്ക്. അഥവാ മഹാരത്ന പദവി ലഭിച്ച 2 കമ്പനികളാണ്. ഇതല്ലാത്ത കമ്പനികളുണ്ട്. നവരത്ന കമ്പനികൾ പ്രധാനമായിട്ടും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് അഥവാ HAL, മഹാനഗർ ടെലിഫോണിക്കൽ ലിമിറ്റഡ് അഥവാ MTNL, ഇതൊക്കെ നവരത്ന കമ്പനിയിൽപ്പെട്ടതാണ്. നവരത്ന കമ്പനിയിൽ ഇനിയും കുറേ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ താൽക്കാലിക പർപ്പസിന് വേണ്ടി 2 ഉദാഹരണം എടുത്തുന്നേ ഉള്ളൂ. മൂന്നാമത്തത് മിനിരത്ന കമ്പനികൾ. മിനിരത്ന കമ്പനികൾക്ക് പ്രധാനപ്പെട്ട ഉദാഹരണമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ IRCTC,
BSNL, ഇതൊക്കെ പ്രധാനമായിട്ടും മിനിരത്ന കമ്പനികൾക്ക് ഉദാഹരണമാണ്. ഇതല്ലാതെയും നിരവധി ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മഹാരത്ന, നവരത്ന, മിനിരത്ന എന്ന സ്പെഷ്യൽ കാറ്റഗറി അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകുന്നത് അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ്. പെർഫോമൻസ് വളരെ ബെറ്റർ ആയിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് മഹാരത്ന, പിന്നീട് നവരത്ന, അതിന്റെ താഴെ മിനിരത്ന, ഇങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് വരാം. ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. എന്താണ് ആഗോളവൽക്കരണം? ഇന്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ഓഫ് ദി വേൾഡ്. ലോകരാജ്യങ്ങളുടെ ഏകീകരണമാണിത്, സംയോജനമാണിത്. ലോകരാജ്യങ്ങളുടെ ഏകീകരണം അഥവാ സംയോജനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ സമ്പദ് വ്യവസ്ഥയും പരസ്പരം തുറന്നു കൊടുക്കുന്ന സാഹചര്യം. നിക്ഷേപത്തിനാണെങ്കിലും, ട്രേഡിനാണെങ്കിലും, ചരക്കു സേവനങ്ങൾ കൈമാറാനാണെങ്കിലും, വിജ്ഞാനം കൈമാറാനാണെങ്കിലും എല്ലാ രാജ്യങ്ങളും അവരുടെ സമ്പദ് വ്യവസ്ഥയെ തുറന്നു കൊടുക്കുന്ന സാഹചര്യത്തിനാണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ഓഫ് ദി വേൾഡ്, ലോകരാജ്യങ്ങളുടെ ഏകീകരണമാണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാല് ക്ലോസർ ഇന്റഗ്രേഷൻ ഓഫ് എക്കോണമീസ്, സമ്പദ് വ്യവസ്ഥകൾ വളരെ അടുത്ത് സംയോജിപ്പിക്കുക അഥവാ ഏകീകരിക്കുക. അതെങ്ങനെ സംയോജിപ്പിക്കും, ഏകീകരിക്കും? ഫ്ലോ ഓഫ് ഗുഡ്സ്, സർവീസസ്, ക്യാപിറ്റൽ, നോളജ്, അല്ലെ? വിജ്ഞാനം, അതുപോലെ തന്നെ മൂലധനം, ചരക്കു സേവനങ്ങൾ, ഇവയൊക്കെ ഫ്രീ ആയിട്ട് കൈമാറാൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുമ്പോഴാണ് ഗ്ലോബലൈസേഷൻ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. വലിയ ചെലവൊന്നും കൂടാതെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം, അല്ലെ? ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തെ ചെലവൊന്നും വല്ലാണ്ട് ഇല്ലാതെ തന്നെ മാർക്കറ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റണം. നമ്മളൊക്കെ ഇന്ന് കാണുന്ന വളരെ ഭംഗിയേറിയ വാഹനങ്ങളും മറ്റു പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഗ്ലോബലൈസേഷന്റെ ഔട്ട്കമാണ്. ഗ്ലോബലൈസേഷൻ ഇന്ത്യയിൽ നടപ്പാക്കിയതിനു ശേഷമാണ് വലിയ വലിയ കമ്പനികൾ, അല്ലെ? വോക്സ് വാഗൺ നമുക്കറിയാലോ, അതുപോലെ വളരെ വലിയ കമ്പനികളൊക്കെ വോഡാഫോൺ തുടങ്ങിയ കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് വന്നത്, നല്ല നല്ല പ്രോഡക്റ്റുകൾ നമുക്ക് നൽകി തുടങ്ങി. അതിനുശേഷം നമ്മുടെ രാജ്യത്ത് വൈവിധ്യമാർന്ന പ്രോഡക്റ്റുകൾ ലഭ്യമാക്കി തുടങ്ങി. ഗ്ലോബലൈസേഷന്റെ ഗുണമാണത്. അപ്പൊ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ അവർ എക്കോണമി ടു ദ വേൾഡ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥകൾക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുക എന്ന് തന്നെയാണ്. ഗ്ലോബലൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടാണ്, ഒരു ഔട്ട്കമാണ് ഔട്ട്സോഴ്സിംഗ് അഥവാ പുറം വാങ്ങൽ എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിംഗിന്റെ അർത്ഥമാണ് പുറം വാങ്ങൽ. എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ? സോഴ്സിംഗ് ഫ്രം ഔട്ട്സൈഡ് അഥവാ രാജ്യത്തിന് പുറത്തു നിന്നും സേവനങ്ങൾ വാങ്ങുന്നതിനാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുക. രാജ്യത്തിന് പുറത്തു നിന്നും സേവനങ്ങൾ വാങ്ങുന്നതിനാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇത് ചെയ്യുന്നത് വികസിത രാജ്യങ്ങൾ, വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും അഥവാ ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നും ഇത്തരത്തിലുള്ള സേവനങ്ങൾ വാങ്ങിക്കാറുണ്ട്. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ മേഖലയിലുള്ള സേവനങ്ങൾ, അതുപോലെ IT-യുമായി ബന്ധപ്പെട്ട നല്ല കഴിവുള്ള ആളുകളുടെ സേവനങ്ങൾ വാങ്ങിക്കുന്നു, അക്കൗണ്ടിംഗ് മേഖലയിലെ സേവനങ്ങൾ വാങ്ങിക്കുന്നു, ലീഗൽ സർവീസ് അഥവാ നിയമപരമായിട്ടുള്ള സർവീസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ വാങ്ങിക്കുന്നു, വീഡിയോ എഡിറ്റിംഗ്, അതുപോലെ മറ്റുള്ള പ്രൂഫ് എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലെ സേവനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, അനിമേഷൻ മേഖലയിലെ സേവനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ മേഖലയിൽ നിന്നും സേവനങ്ങൾ ധാരാളമായിട്ട് വാങ്ങിക്കുന്നു. ഇങ്ങനെ സോഫ്റ്റ്വെയർ, IT മേഖല, അക്കൗണ്ടിംഗ്, ലീഗൽ സർവീസ്, എഡിറ്റിംഗ്, അനിമേഷൻ, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങിയ മേഖലയിലെ സേവനങ്ങൾ വികസിത രാജ്യങ്ങൾ ധാരാളമായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നും വാങ്ങിക്കാറുണ്ട്. സോ ഇതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്സോഴ്സിംഗ് ശരിക്കും ഗ്ലോബലൈസേഷൻ എന്നുള്ള സംഭവം വന്നതിന് ശേഷമാണ് ഔട്ട്സോഴ്സിംഗ് വ്യാപകമായത്. ഈ ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യ ഈസ് എ മേജർ ഔട്ട്സോഴ്സിംഗ് ഡെസ്റ്റിനേഷൻ. വൈ? ഇന്ത്യ ഔട്ട്സോഴ്സിംഗിന് പറ്റിയൊരു സ്ഥലമാണ്, ഒരു ഏരിയയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഔട്ട്സോഴ്സിംഗിന് പറ്റിയൊരു സ്ഥലമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഇന്ത്യക്ക് ഹ്യൂജ് പൂൾ ഓഫ് സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ്, നല്ല കഴിവുള്ള മാനവശേഷി ഇന്ത്യക്കുണ്ട്, മനുഷ്യ വിഭവങ്ങൾ ഇന്ത്യയിലുണ്ട്, അല്ലെ? നല്ല സ്കിൽഡ് ആയിട്ടുള്ള മനുഷ്യ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിനിങ്ങും വിദ്യാഭ്യാസവും കിട്ടിയ ആളുകൾക്കാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഹ്യൂമൻ റിസോഴ്സിന്റെ വലിയൊരു പൂൾ തന്നെയുണ്ട്, വലിയൊരു വിഭാഗം തന്നെ ഇന്ത്യയിലുണ്ട്. അതാണ് ഒരു പ്രത്യേക ഗുണം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ലോ വേജ് റേറ്റ്. ഇന്ത്യയിൽ വേജ് റേറ്റ് വളരെ കുറവാണ്, കൂലി നിരക്ക് വളരെ കുറവാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ച് ഇന്ത്യയിൽ കൂലി വളരെ കുറവാണ്. മറ്റൊന്ന്, പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ്.
ശരാശരി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിന് നല്ല നോളജ് ഉണ്ട്. ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന് ബെറ്റർ ടൈം സോൺ. ഇന്ത്യയിലെ ടൈം സോൺ ഈ ഔട്ട്സോഴ്സിന് പറ്റിയതാണ്. എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലെ ടൈം സോൺ അവർക്ക് ഈ സർവീസൊക്കെ കൈമാറാൻ പറ്റിയ സമയമാണ്. സാധാരണഗതിയിൽ യൂറോപ്പിലൊക്കെ ഈ രാത്രിയാകുമ്പോൾ ഇന്ത്യയിൽ പകലാണ്, അല്ലെ? അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഓരോ വർക്കും അവർക്ക് കൈമാറിക്കഴിഞ്ഞാൽ ഈ സമയത്തും കമ്പനികളുടെ അക്കൗണ്ടിങ് വർക്കും എഡിറ്റിംഗ് വർക്കും ഒക്കെ സ്മൂത്ത് ആയിട്ട് രാത്രിയിലും നടന്നു പോയിക്കോളും. അതാണ് ഒരു പ്രത്യേകത. യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കൻ രാജ്യങ്ങൾക്കും ഒക്കെ അവരുടെ സർവീസുകൾ കൈമാറാൻ പറ്റിയ ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം സോണ്, ഒരു സമയ മേഖലയാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യ ഒരു ഔട്ട്സോഴ്സിന് പറ്റിയൊരു രാജ്യമാണ്. എന്തൊക്കെയാ കാരണം പറഞ്ഞത്? സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് അഥവാ നല്ല കഴിവുള്ള മാനവശേഷി, മനുഷ്യ വിഭവങ്ങൾ നമുക്കുണ്ട്. വേജ് റേറ്റ് വളരെ കുറവാണ്. ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ളവരുണ്ട്. നല്ല പറ്റിയ സമയ മേഖലയാണ്, ടൈം സോണാണ് ഇന്ത്യയുടേത്. ഇതൊക്കെയാണ് ഇന്ത്യ ഒരു നല്ല ഔട്ട്സോഴ്സിംഗ് നാഷൻ ആണെന്ന് പറയാൻ കാരണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും അടുത്തൊരു ക്ലാസ്സുമായി നിങ്ങളുടെ മുമ്പിൽ വളരെ വൈകാതെ തന്നെ വരും. താങ്ക് യു.